ഏവർക്കും സ്വാഗതം. ഞാൻ സൂര്യനാരായണൻ. ഇന്ന് വീഡിയോ കൊടുക്കുന്നത് നമ്മളുടെ കർമ്മം എങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ പാപകർമ്മങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാം, അതാണ് സബ്ജക്റ്റ്. ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി ഞാൻ പറയാം, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. I am Surya Narayanan from the Swami Surya channel. Today I am going to present a video about how to remove the karma, or it is called karma prakshalanam. This advice is given in Uddhava Gita by Lord Sri Krishna to his friend Uddhava. ഈ കർമ്മ പ്രക്ഷാളനത്തെ കുറിച്ചിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് ഉദ്ധവ ഗീതയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കർമ്മപ്രക്ഷാളനം ചെയ്യുവാനുള്ള സമ്പ്രദായം. അത് ഞാൻ പറയാം, മലയാളത്തിൽ പറഞ്ഞ് പിന്നെ ഇംഗ്ലീഷിൽ പറയാം. ഒന്നാമത്തേത് ആ ഉദ്ധവഗീതയിൽ പറയുന്നത് സ്നാനം, അതായത് കുളിക്കുന്നത്. രണ്ടാമത്തേത് പ്രാണായാമം. മൂന്നാമത്തേത് Gayatri Jabam. So the method suggested by Sri Krishna to his friend Uddhava is that to remove the papa karmas, we have to take 3 steps. We have to take bath. This bath should be a divine bath. To do pranayama, to chant Gayatri mantra. കേൾക്കുന്നവർക്ക് അതിശയം തോന്നും, കുളിച്ചാൽ പാപം തീരുമെന്ന്. ആ കുളിക്കുവാനുള്ള പറഞ്ഞു കൊടുത്ത ആ രീതിയിൽ കുളിക്കണം. ഉദ്ധവഗീതയിൽ ഞാൻ പറയുന്ന മാതിരിയുള്ള കുളിയല്ല പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കുളിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടി ഒരു സമ്പ്രദായം പറയാം, ഒരു മെത്തേഡ്. ഒരു വലിയ പ്ലാസ്റ്റിക് ടബ് മേടിച്ച് അതിൽ ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ അത് ബാത്റൂമിൽ വെച്ച് അതിൽ നമ്മളുടെ പൊക്കിൽ വരെ വെള്ളം നിറച്ച് അതിൽ ഇരുന്ന് ഒരു മഗ് കൊണ്ട് 108 പ്രാവശ്യം തലയിൽ പ്ലാസ്റ്റിക് മഗ് കൊണ്ട് ഒഴിക്കണം. ഓരോ പ്രാവശ്യം വെള്ളം തലയിൽ ഒഴിക്കുമ്പോഴും ഏതെങ്കിലും ഒരു മന്ത്രം പറയണം. ഗം ഗണപതയെ പറയാം, ഓം നമ ശിവായ പറയാം, ഓം നമോ നാരായണായ പറയാം, ഓം ശരവണ ഭവായ പറയാം, ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ സ്വാമിയേ ശരണമയ്യപ്പ ഇത്യാദി മന്ത്രങ്ങൾ ഓരോ പ്രാവശ്യവും പറഞ്ഞ് ഓരോ പ്രാവശ്യം വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം അധികം ചിലവില്ല. നമ്മൾ തലയിൽ ഒഴിക്കുന്ന വെള്ളം ഈ ടബിൽ തന്നെ വന്ന് വീണുകൊള്ളും. ഇതാണ് ദൈവീകമായിട്ടുള്ള കുളി. ഈ കുളി ചെയ്യുന്തോറും നമ്മളുടെ പാപകർമ്മങ്ങൾ മെല്ലെ മെല്ലെ ഇല്ലാതാകും. The method of taking bath is, this is my suggestion, this is not suggested in Uddhava Gita. Take a plastic tub where one person can comfortably sit and fill that plastic tub with cold water till our navel level. Then go on pouring water on our head with a plastic mug. This you have to do for 108 times. Each times when the water is poured over the head, we have to chant some holy mantra. Just like Gam Ganapadaye Namaha, Sharavana Bhavaya Namaha, Namah Shivaya, Om Namo Bhagavate Vasudevaya, like that, Om Namo Narayanaya. This is a divine bath, and by taking bath in this fashion, our karmas will be slowly removed. The next step is doing pranayama. Pranayama, everyone knows. Anulom Vilulom pranayama. So when you fill air through your left nostril, retain that vayu there, and at that time when you retain, chant one Gayatri in your inner mind. Then slowly breathe out. Then through the right nostril, take breath inside and repeat that process. Chant Gayatri mantra. This type of pranayama, if you do, this will also remove our bad karmas. അടുത്തത് പ്രാണായാമം. പ്രാണായാമം ചെയ്യുന്നത് ഇടതു നാസാദ്വാരത്തിൽ കൂടി വായുവിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന്
അവിടെ അത് നിർത്തുക. അതായത് ഒരു ഗായത്രി മന്ത്രം മനസ്സിൽ പറയുന്ന അത്രയും നേരം നിർത്തി ഗായത്രി മന്ത്രം ഉച്ചരിച്ച് വലത് നാസാദ്വാരത്തിൽ കൂടി വായുവിനെ പുറത്തേക്ക് കളയുക. പിന്നെ വലത് നാസാദ്വാരത്തിൽ കൂടി വായുവിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു ഗായത്രി ജപിച്ച് ഇടത് നാസാദ്വാരത്തിൽ കൂടി വായുവിനെ പുറത്തേക്ക് വിടുക. ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും അത്രയും നല്ലത്. 36 പ്രാവശ്യം ചെയ്യാം. അടുത്തത് ഗായത്രി മന്ത്രജപം. ഗായത്രി മന്ത്രം 3 പ്രാവശ്യം ജപിച്ച് ഒരു മിനിറ്റ് ധ്യാനം ചെയ്ത് അടുത്തൊരു 3 മന്ത്രം ജപിക്കണം. ഈ രീതിയിൽ ജപിക്കണം. ഓം തത്സവിധുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇങ്ങനെ ജപിക്കാൻ പാടുള്ളൂ. ഇത് ജപിച്ചാൽ 2 ബെനിഫിറ്റ് ഉണ്ട്. ഗായത്രി ജപിച്ച മാതിരിയുമായും ഇതൊരു പ്രാണായാമത്തിൻ്റെ എഫക്റ്റ് കിട്ടും. നമ്മുടെ ലങ്സിന് കൂടുതൽ ശക്തി ലഭിക്കും. ദ മെത്തേഡ് ഓഫ് ഗായത്രി ഐ ഹാവ് ജസ്റ്റ് എക്സ്പ്ലെയിൻഡ് ഇൻ മലയാളം. ഡു ദിസ് ഗായത്രി ഇൻ ദ സെയിം വേ. This will increase your lungs capacity. So these are 3 methods suggested to remove our papa karmas, karma prakshalanam. Added to that, one has to do one more thing. We should not give any trouble to the gomada, cow. We should not eat this cow meat. These 2 things we have to be very careful. For the Hindus, for the followers of Sanatana Dharma, cow is our mother, which gives the nutritious milk to us. Give respect to the cow, love the cow, don't eat its flesh, don't give any trouble to the cows. അടുത്തത് നമ്മൾ ചെയ്യാൻ ഞാൻ പറയുന്നത്, പശുവിനെ ഉപദ്രവിക്കുകയോ പശുവിൻ്റെ മാംസം കഴിക്കുകയോ ചെയ്യരുത്. ഹിന്ദുക്കൾക്ക്, സനാതന ധർമ്മത്തിനെ പിന്തുടരുന്നവർക്ക് പശു ഗോമാതാവാണ്. നമുക്ക് പാല് തരുന്ന നമ്മളുടെ സ്വന്തം അമ്മയെ പോലെ. അപ്പോൾ പശുവിനെ ഉപദ്രവിക്കരുത്. പശുവിൻ്റെ മാംസം ഇത് കഴിക്കുന്തോറും പശുമാംസം കഴിക്കുന്തോറും നമ്മളുടെ പ്രാരബ്ധ കർമ്മവും സഞ്ചിത കർമ്മവും കൂടി അതിനെ എത്ര ജന്മമെടുത്താലും ആ കർമ്മത്തിനെ തുടച്ചു നീക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലീസ് ബി കെയർഫുൾ. മെഡിറ്റേഷനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിത്യം ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിൽ പറയുന്നുണ്ട്. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. വി ആർ കണ്ടക്ടിങ് classes in the Google Meet, how to do meditation by chanting Gayatri Mantra, Navagraha Mantra and other holy mantras like Lalita Sahasranama. If anybody is interested, please contact us over our mobile number which is given in the description box. We will send you the link. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിലൂടെ ധ്യാനത്തിലേക്ക് വരിക. ധ്യാനം ചെയ്യുന്തോറും നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പാപകർമ്മങ്ങളും അത് തുടച്ചു നീക്കുകയും ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.